അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്ത് നിന്നും അഥവാ നമ്മുടെ നാട്ടിൽ നിന്നുമൊക്കെ ലോകത്ത് നിന്ന് മുഴുവനും വിശ്വാസികൾ, എല്ലാ ലോകത്തു നിന്നുമുള്ള വിശ്വാസികൾ, ഹജ്ജിന് ഭാഗ്യം ലഭിച്ചവർ, അതിന് ചാൻസ് കിട്ടിയവരൊക്കെ ഹജ്ജ് കർമ്മത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഏതാനും ദിവസങ്ങൾക്കകത്ത് വെച്ച് ദുൽഖഅദ കഴിയുകയാണ്. അടുത്ത ദുൽഹജ്ജാണ്. അപ്പോൾ ആ കർമ്മത്തിലേക്ക് വളരെയേറെ ആഗ്രഹം വെച്ചുകൊണ്ട് നിയത്ത് വെച്ച് പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് പലരും പുറപ്പെട്ടു കഴിഞ്ഞു. ഒരുപാട് പ്രായമായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അങ്ങനെയൊക്കെ അധികവും പ്രായമായവരാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വളരെ പ്രയാസപ്പെട്ടുള്ള ഒരു ഇസ്ലാം കാര്യത്തിന്റെ അഞ്ചാമത്തെ കാര്യം, ശരീരം കൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു വലിയ കർമ്മമാണ് നിയത്തും ഹൃദയത്തിന്റെ പരിവർത്തനങ്ങൾ. അതുപോലെ തന്നെ ശാരീരികമായിട്ട് വളരെയേറെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ സഹിക്കേണ്ടുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് കർമ്മം. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് ബുദ്ധിമുട്ട് കൊണ്ടും പ്രയാസം സഹിച്ചുകൊണ്ടൊക്കെയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ളവരൊക്കെ ആകുമ്പോൾ വളരെയേറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ക്ലേശങ്ങളൊക്കെ സഹിച്ചു വന്നാൽ, എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് ഒരു ഹജ്ജ്, മക്ബൂലായിട്ടുള്ള ഒരു ഹജ്ജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഗുണമെന്ന് ചോദിച്ചാൽ സ്വർഗമാണ്. കാരണം അതേവരെയുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. എന്നിട്ട് അന്ന് ജനിച്ച ഒരു കുട്ടിയുടെ ലാഘവത്തോടു കൂടിയായിരിക്കും പിന്നെ അവിടെ നിന്നുള്ള തിരിച്ചു മടക്കം. അപ്പൊ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത് ഒരു കുഞ്ഞിന്റെ ലാഘവത്തോടു കൂടി അവിടെ നിന്ന് മടങ്ങുക എന്നതാണ്. ഇനി അതിനകത്ത് രണ്ട് വിഷയങ്ങൾ സംസാരിക്കാനുള്ളത്. നമ്മള് ഹജ്ജ് എന്നത് ഏറ്റവും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ശബാബായിരിക്കുമ്പോഴാണ്, ചെറുപ്പക്കാരനായിരിക്കുമ്പോഴാണ്, യുവത്വം. ഈ യുവത്വത്തിലാണ് എല്ലാവിധത്തിലുള്ള ചിന്തകളുടെ, മൈൻഡിന്റെ മാറ്റങ്ങളും, അഥവാ എല്ലാം ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ രീതിയിലുള്ള വൃത്തികേടുകളാകട്ടെ നല്ലതാവട്ടെ ഏത് കാര്യങ്ങളും നന്മയും തിന്മയും ഒക്കെ ചെയ്യാൻ ഭാഗമായിട്ടുള്ള ഒരു പ്രായമാണ് ചെറുപ്പം, യുവത്വം. ഒരു 10, 15, 16, 17 വയസ്സ് തൊട്ട് ഇങ്ങോട്ട് ഒരു 10, 30 വയസ്സ് വരെയുള്ള ഒരു പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്തിനും പോകുന്ന ഒരു സ്വഭാവമാണ്. ഈ പ്രായത്തിൽ എല്ലാ വിധത്തിലുള്ള വിചാരങ്ങളെയൊക്കെ പടച്ചവന് വേണ്ടി നിയന്ത്രിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ സ്വന്തം നിലയ്ക്ക് നിർത്താനുള്ള ഒരു പ്രാപ്തി പ്രാപിച്ചുകൊണ്ട് ആ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതിന് വളരെയേറെ വലിയ കൂലിയാണ്. വളരെയേറെ വലിയ കൂലിയാണ്. കാരണം എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആരോഗ്യമുണ്ട്. അതിൽ നിന്ന് എല്ലാ മോശത്തരത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് വളരെ മാന്യമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു പോകല്, അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ രീതിയിൽ പോകുമ്പോൾ ആ ചെയ്യുന്ന കർമ്മം അത് ഏത് തന്നെ ആവട്ടെ, സംസ്കാരമായിട്ട്, നോമ്പാവട്ടെ, മറ്റുള്ള എല്ലാ മോശത്തരത്തിൽ നിന്നും വിട്ടു നിൽക്കലാകട്ടെ, അത് ഈ ശബാബായി പ്രായമായിരിക്കുന്ന ഈ സമയത്ത് ചെയ്യുമ്പോൾ വളരെയേറെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. ഇപ്പം നമുക്കൊരു പരിധി വരെ നമുക്ക് കാണാൻ കഴിയാം, ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം 19, 55 വയസ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാം ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല, ഇനി ഒന്നും വയ്യ, ശരീരത്തിനൊന്നും ആവതില്ല എന്ന് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഒരു പക്ഷം ആൾക്കാരും ഹജ്ജിന് പോകുന്നത്. കാരണം ഇനിയിപ്പം ഹജ്ജിന് പോയിട്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പം ശാരീരികമായിട്ടൊക്കെ വീഴ്ചകൾ വന്ന് മാനസികമായിട്ടും പോയി എല്ലാം പോയി കഴിയുമ്പോഴാണ് ഹജ്ജിന് പോകുന്നത്. അധിക പേരെയും കാണാൻ കഴിയും, എല്ലാവരും അല്ല പോകുന്നത്. അങ്ങനെ പോയി വന്നു കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നമ്മളൊരു തൊപ്പിയൊക്കെ വെച്ച് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ഒരു അവസ്ഥയാണ് കാണുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി പറഞ്ഞു ശബാബായിരിക്കുമ്പോൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹു പ്രതിഫലം കൂട്ടുമെന്ന് പറഞ്ഞു. ഇനി ഇവിടെ മറ്റൊരു വിഷയം എന്നത്, ഹജ്ജ് നമുക്കറിയാം ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തെ ഒരു കർമ്മമാണ്. അപ്പൊ ഇത് അധിക മനുഷ്യരും ഇപ്പൊ ഇന്ന് ചെയ്യുന്നത് ഹജ്ജ് അങ്ങ് പോയി ചെയ്യുകയാണ്. അപ്പം ഈ ഹജ്ജ് സ്വീകാര്യമാകണം, ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇറക്കിയതാണ്. ഹജ്ജ് സ്വീകാര്യമാകണമെങ്കിൽ 1-2 നിബന്ധനകളുണ്ട് വടച്ചാമ്പരാന്റെ മുമ്പിൽ. അതിൽ ഒന്നാമത്തെ നിബന്ധന വെച്ചാൽ വിശ്വാസം ക്ലിയർ ആയിരിക്കണം, വിശ്വാസത്തിൽ കലർപ്പുണ്ടാകരുത്. അള്ളാഹുവിൽ മാത്രം എല്ലാം അർപ്പിച്ചുകൊണ്ട് നന്മയും തിന്മയും ഹൈറും ഷെറും ഒക്കെ റബ്ബിൽ നിന്നാണ് മാത്രം വിശ്വസിച്ചു കൊണ്ട് അങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് എന്റെ ഹജ്ജ് അള്ളാഹ് സ്വീകരിക്കും. അത് ഒന്നാമത്തെ 5 കാര്യങ്ങളിൽ ഒന്നാമത്തത് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കാനുള്ള താക്കോലാണ് തൗഹീദ് എന്ന് പറയും. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നുള്ള ഒരൊറ്റ ചിന്ത, അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ ഈ ഒരു വിശ്വാസം ഹൃദയത്തിൽ ഉറപ്പിച്ചവന് മാത്രമേ ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കഴിയൂ.
അത് സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അധിക പേരെയും കാണാൻ കഴിയും 1ാം ക്ലാസ്സിൽ പഠിക്കാതെ 5ലേക്ക് പഠിക്കുന്ന ഒരു സന്ദർഭമാണ്. 2ലും പഠിക്കുന്നത്. ഇപ്പൊ 5 വിശ്വാസം കറക്റ്റ് ഉറപ്പിച്ചാൽ നമസ്കാരം അതെല്ലാവരും ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, കുറ്റം പറയരുത്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് 3ാമത്തെ ഈ നമസ്കാരത്തോടൊപ്പം ചേർത്ത് പറയുന്ന ഒരു വലിയ വിജയമുണ്ട്. എന്താണ് അത്? സക്കാത്താണ്. സലാത്ത് സക്കാത്താണ്. നമസ്കരിക്കുന്നവരടുത്ത് നമസ്കരിക്കുകയും വേണം, അതിനോടൊപ്പം സക്കാത്തും കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം ഇവിടാണ്. ഹജ്ജ് സ്വീകരിക്കാൻ ഏറ്റവും ബലമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. 2 കാര്യം. ഒന്ന്, വിശ്വാസം കറക്റ്റ് ആയിരിക്കണം. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഹജ്ജിന് പോകുന്ന സഹോദരങ്ങളൊക്കെ ഒരേ മക്ബറയിടത്തൊക്കെ പോയി നിന്നുകൊണ്ട് ആ മക്ബറയിലുള്ളവരെയൊക്കെ വിളിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ദുആ ചെയ്തിട്ടൊക്കെ പോകുന്ന ഒരു അവസ്ഥ കാണാൻ കഴിയും. ഇത് ഹജ്ജ് ബാത്തിലാണ്, ഇന്ന് സ്വീകരിക്കില്ല. കാരണം ആ രീതിയിലാണ് ഇടയ്ക്ക് വെച്ചുകൊണ്ടാണ് പോകുന്നത് മഹാന്മാരെയൊക്കെ. ഹജ്ജ് ചെയ്യുമ്പോഴുള്ള തൽബിയത്ത് തന്നെ നിങ്ങൾ നോക്കുക. ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ തൽബിയത്തുണ്ട്. അത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്. അപ്പൊ ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്, നിനക്ക് യാതൊരു വിധത്തിലുള്ള പങ്കാരും ഇല്ലെന്നാണ് അവിടെ പറയുന്നത്. ഒരു പങ്കാരുമില്ല പടച്ചവനെ. സർവ്വസ്തുതികളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം നിന്നിൽ നിന്നാണ്. അള്ളാഹു നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാ ഇതാ വരുന്നെന്നാണ് തൽബിയത്തിന്റെ ഒരു ചുരുക്കസാരം. അപ്പൊ പങ്കുകാരില്ല. ആ പങ്കുകാരെയൊന്നും എല്ലാം ഞാൻ ഒഴിവാക്കി ഹൃദയശുദ്ധനായിട്ടാണ് ഞാൻ ഇസ്ലാമിൽ ജീവിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടത്. ഈ ഒരു വിശ്വാസം ഉറച്ചവനാണ് ആ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടാൽ മതി. അല്ലാത്തവർക്ക് ആ ഹജ്ജ് സ്വീകാര്യത വെറുതെയാണ്. ഇനി അതിനപ്പുറം മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, വിശ്വാസം കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു പറഞ്ഞ സക്കാത്ത് കൊടുക്കണമെന്ന് പറയും. 2%, 2%, 6%, ഇങ്ങനെ പല കണക്ക് കൃഷിക്കും ബിസിനസ്സിനും എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മൾ വീട് തന്നെ, നമ്മൾ താമസിക്കുന്ന ഒരു വീട് ആവശ്യമാണ്. അത് അവനവന്റെ ആസ്തി അനുസരിച്ച് യോഗ്യത അനുസരിച്ചുള്ള വീടാകാം. പിന്നെ അവന് ഒരു വാഹനം ആവശ്യമാണ്, അതും അവന്റെ യോഗ്യത അനുസരിച്ചാകാം. അപ്പം പിന്നെ അവന് ജീവിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കാനുള്ള ചുറ്റുപാട്, കച്ചവടമായിട്ട് എന്തെങ്കിലും ആയിട്ട് ഇതൊക്കെ ചെയ്യാം. അപ്പം ഈ സക്കാത്ത് നിർബന്ധമായി വരുന്നത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് എത്രയാണോ നിന്റെ നീക്കിയിരിപ്പ്, ആ നീക്കിയിരിപ്പ് തീർച്ചയായിട്ടും അതിന് സക്കാത്ത് കൊടുത്തേ പറ്റൂ. അതിനകത്ത് 2.5%, ഇത് തീർച്ചയായിട്ടും 2%, 2% പല കണക്കിൽ പല ഇത് വരുന്നുണ്ട്. അപ്പൊ ഇത് അന്യവന്റെ സമ്പത്താണ്, അത് നിന്റെ അല്ല. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പം ഒരു കുറച്ച് പണമുണ്ട്, അതിന്റെ ഒരു 2% ഇങ്ങനെ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്നറിയാമോ? ഇത് അന്യവന്റെ പണമായി. ഈ പണവും കൊണ്ട് ഒരിക്കലും ഹജ്ജിന് പോകാൻ പറ്റൂല. അപ്പം നമ്മളിപ്പം ഒരു 10 ലക്ഷം രൂപ നമ്മൾ കരുതിയിട്ടുണ്ട്. ഒരു വർഷം ഈ ഹജ്ജ് തൊട്ട് അങ്ങേ ഹജ്ജ് വരെ ആയപ്പോൾ അത് നമ്മളെ കയ്യിലുണ്ട്, നമ്മൾ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ സക്കാത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണ്? ഈ പണം അന്യവന്റെ പണമായി. കാരണം സക്കാത്ത് കിട്ടേണ്ടവന്റെ അവകാശികളുണ്ട്. സക്കാത്ത് കൊടുക്കണം നമ്മൾ അവതാരിയല്ല, അത് തീർച്ചയായിട്ടും കൊടുത്തേ പറ്റി. ഇത് കൊടുക്കാതെ ഈ പണവും കൊണ്ടാണ് ഹജ്ജിന് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഹജ്ജ് അന്യവന്റെ പണമായി, ഹറാമിന്റെ പണമായി. നമ്മൾ ഹജ്ജ് ചെയ്യുമ്പം ജനക്ക് എല്ലാരെയും വണ്ടി ഓടിച്ച് പോയിക്കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് തരണം, അങ്ങോട്ട് പുറത്ത് തരണം, ഇങ്ങോട്ടുണ്ടെ പുറത്ത് തരണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ അടുത്ത് ചോദിക്കാറുണ്ട്. സംഗതി അവിടെ തീർന്നില്ല. സമ്പാദ്യത്തിന്റെ സക്കാത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ പലപ്പോഴും ഹജ്ജിന് പോകുന്നവര് വീണ്ടും ഇവിടെ ധനങ്ങൾ കാണും, അതൊക്കെ ഇവിടെ ബാങ്കിലും അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ടായിരിക്കും പോകുന്നത്. ഇതിന്റെ ഒന്നും സക്കാത്ത് കൊടുത്തും കാണത്തില്ല. അപ്പൊ ഹറാമിന്റെ പണവുമായിട്ട് ഹജ്ജിന് പോകരുത്. ആ ഹജ്ജ് അള്ളാഹ് സ്വീകരിക്കില്ല. ശിർക്ക് ചെയ്യുന്നവന്റെ അള്ളാഹുൽ പങ്കു ചേർക്കുന്നവന്റെ ഹജ്ജ് അള്ളാഹ് സ്വീകരിക്കില്ല. ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇസ്ലാമിന്റെ ഒന്നും ചെയ്യാത്തവര് അത് പാടാണ്, അതിനകത്ത് കലർപ്പുണ്ടാക്കുന്നുണ്ട്, വിശ്വാസത്തിൽ വിള്ളലുണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമസ്കരിക്കുന്നുണ്ട് കുഴപ്പമില്ല, നോമ്പ് പിടിക്കും കുഴപ്പമില്ല, സക്കാത്തിന്റെ കാര്യം വരുമ്പം അവിടെയും പാളിച്ച വരുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ കൃത്യമല്ലെന്നുണ്ടെങ്കിൽ ഹജ്ജ് സ്വീകരിക്കില്ല, അതിന് യാതൊരു സംശയവുമില്ല. പടച്ചാമ്പരാൻ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ തീർച്ചയായിട്ടും ഹജ്ജിന് പോകുന്ന സഹോദരങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇനിയിപ്പം ഹജ്ജിന് പോയി കുറച്ച് പണം ബാലൻസ് ഇരിപ്പുണ്ട്, തിരിച്ചു വന്നാലെങ്കിലും ആ സക്കാത്ത് കൊടുത്ത് വീട്ടുക, കണക്ക് കൂട്ടി. അതേവരെ ചെയ്തു പോകണം. അള്ളാഹിനോട് പൊറുക്കണം തേടി അള്ളാഹ് പുറത്തു തരും. എന്നിട്ട് സക്കാത്ത് കൊടുക്കുക, വിശ്വാസങ്ങൾ ക്ലിയർ ചെയ്യുക. ഹജ്ജിന് പോകുമ്പോൾ മക്കയിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് വളരെയേറെ മനസ്സിലാവും. സക്കാത്തിന്റെ കാര്യം മനസ്സിലായില്ലെങ്കിൽ ഹജ്ജിന്റെ കാര്യം പങ്കു ചേർക്കുന്നതിനെ കുറിച്ച് മനസ്സിലാവും. ഏകനെ അള്ളാഹു മാത്രം ആരാധിക്കാവൂ എന്നുള്ള നിബന്ധനയാണ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു ആ ഹജ്ജ് സ്വീകരിക്കും.
പിന്നെയോ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് സഹാബത്തി ചോദിച്ചു, അള്ളാന്റെ റസൂലെ എങ്ങനെയാണ് ഹജ്ജ് സ്വീകരിച്ചെന്ന് മനസ്സിലാവുക അള്ളാഹു? അപ്പോ പറഞ്ഞ് ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചെന്ന് മനസ്സിലാകണമെങ്കിൽ ആ ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്ന് അവന്റെ പിന്നീടുള്ള ജീവിതം, ഹജ്ജിന് ശേഷമുള്ള ജീവിതത്തിൽ അവന്റെ പ്രവർത്തനങ്ങളും പ്രവൃത്തിയും സ്വഭാവ ഗുണങ്ങളും എല്ലാം കാണാൻ കഴിയും. അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ യാതൊരു പാടുമില്ല. ആ ജീവിതം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിവില്ലാത്തപ്പോൾ ജീവിതം തൊപ്പിയും വെച്ച് വള്ളിയിരിക്കല് അതല്ല. നല്ല എല്ലാ പ്രാപ്തിയുള്ളപ്പോൾ ഹജ്ജ് ചെയ്യുക. ഇനിയിപ്പോ വയസ്സായി ചെയ്താലും അള്ള സ്വീകരിക്കും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക, വിശ്വാസം കറക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ സക്കാത്തുകൾ കൊടുത്തു വീട്ടുക. ആ പണം കൊണ്ട് സക്കാത്തിനുള്ള കൊടുക്കാതെ അതും കൈവച്ചും കൊണ്ട് പോയാൽ അള്ളാഹു പിടിക്കപ്പെടുക, ഹജ്ജ് സ്വീകരിക്കുകയില്ല. ഇത് പടച്ചമ്പുരാൻ എല്ലാവർക്കും ഹജ്ജ് സ്വീകരിക്കാനുള്ള ചെയ്യാനുള്ള ആഫിയത്തും അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ഹജ്ജ് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ വിഷയത്തിൽ ഇതേ പറയാനുള്ളത്.